ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓണാശംസകൾ. നമ്മുടെ LN വ്ളോഗ്സിൻ്റെ ഓണം സീരീസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു തുടർക്കഥയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇന്ന് ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. പൂവൊന്നും ഇല്ല കേട്ടോ, പൂവെല്ലാം വാടിപ്പോയി. സെക്കൻഡ് ഡേ ആണിത്. ഓക്കെ, അപ്പോൾ തോരൻ നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്ത വെറൈറ്റി തോരനാണ്. പക്ഷേ ഇത് നമ്മൾ സദ്യയ്ക്ക് സാധാരണ ചില സ്ഥലങ്ങളിൽ ഒരു വെറൈറ്റി വേണമെന്ന് തോന്നുകയോ അല്ലെങ്കിൽ ചോദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നതാണ്, ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളൊരു തോരൻ. ഗ്രീൻ പീസ് തോരൻ സാധാരണ നമ്മൾ ആലോചിക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസമാണ്. ഗ്രീൻ പീസ് ആണെന്ന് ആർക്കും മനസ്സിലാവില്ല, അത്ര ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. ഗ്രീൻ പീസ് ഏകദേശം ഒരു 1.5 കപ്പ്, 200 ഗ്രാം എന്ന് വെച്ചോളൂ. 200 ഗ്രാം കണക്കാണെങ്കിൽ 200 ഗ്രാംസ്. ഞാൻ 1.5 കപ്പ് പച്ചപ്പട്ടാണി. ഗ്രീൻ പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രഷ് ഗ്രീൻ പീസ് ഫ്രോസൺ ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും. അതല്ല, ഉണക്കപ്പട്ടാണി എന്ന് പറഞ്ഞ് കിട്ടില്ലേ, ഉണങ്ങിയ ഗ്രീൻ പീസ്. അത് വെള്ളത്തിൽ കുതിർത്താലേ നമുക്ക് വേവിക്കാൻ പറ്റുള്ളൂ. തലേ ദിവസം വെള്ളത്തിൽ ഇടുക, നമ്മൾ കടലയൊക്കെ വേവിക്കുന്ന പോലെ. അങ്ങനെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പച്ചപ്പട്ടാണി. ഇത് ഗ്രീൻ പീസായി ഇതിപ്പോൾ വെള്ളത്തിൽ കുതിർന്ന് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഫ്രഷ് പോലെ തോന്നും. പക്ഷേ നല്ല കുതിർന്ന് ഉണങ്ങിയ പട്ടാണിയാണിത്. അത് കുതിർന്നത് ഞാൻ ഓവർനൈറ്റ് സോക്കിംഗ് ആയിരുന്നു. ഇനി ഇതിനെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടത്. എങ്കിലും ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒന്ന് ഹാഫ് അല്ല ഒരു 3/4 കുക്ക് ചെയ്താൽ മതി. വെന്ത് കലങ്ങി കുഴഞ്ഞൊന്നും പോരുത്. ഒരു കൊച്ചിരി കഴിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഒരു വിസിൽ മതിയാകും. നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. ഇത് ഒരുപാട് അങ്ങോട്ട് കുക്കാവാൻ പാടില്ല, വളരെ കെയർഫുൾ ആയിരിക്കണം. ജസ്റ്റ് ഒരു 3/4 കുക്ക് ചെയ്താൽ മതി. അടയ്ക്കാം. ഒരു വിസിൽ വന്നിട്ട് തീ ഓഫ് ചെയ്തിടാം. അപ്പോൾ കറക്റ്റായിരിക്കും. നോക്കാം. അങ്ങനെ പട്ടാണി വേവിക്കാനായിട്ട് വെച്ചു. ഇനി ഇതിന് അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ തോരനും വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ സദ്യ തോരൻ എന്ന് പറയുമ്പോൾ സദ്യ ഐറ്റംസ് എല്ലാം തന്നെ സാധാരണ ഞാനിപ്പോൾ കേറ്ററിംഗ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റുന്നത്. നമ്മൾ 1000 പേർക്കൊക്കെയല്ലേ ഉണ്ടാക്കാറ് സാധാരണ. ഒരു ലാർജ് സ്കെയിൽ കുക്കിങ് നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ അല്ല, കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ സദ്യ സ്റ്റൈലാണ് മോസ്റ്റ് ഓഫ് ദ ഡിഷസ് ഞാൻ ഇപ്രാവശ്യം കാണിക്കുന്നത്. അപ്പോൾ അതിൽ തോരൻ, ഗ്രീൻ പീസ് തോരൻ വേറെ രീതിയാണ്. ഇത് വേകട്ടെ. അപ്പോൾ കുറച്ച് തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, നല്ല വളഞ്ഞ തേങ്ങ തന്നെയാണ്. പിന്നെ വെളുത്തുള്ളി 2 വലിയ അല്ലി, അല്ലെങ്കിൽ ഒരു വലുത്, ഒരു മീഡിയം, ഒരു ചെറുത്, അങ്ങനെയല്ല, ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുന്ന കാര്യത്തിന് തൊലി മാറ്റേണ്ട ആവശ്യമില്ല. ചതയ്ക്കുമ്പോൾ നമുക്ക് തൊലി ഇളക്കാൻ എളുപ്പമായിരിക്കും. കുറച്ചൊക്കെ തൊലി ഇരിക്കുന്നത് ഒരു ഭംഗിയാണ്. ഇതിപ്പോൾ ഒരു വലുതുണ്ടായിരുന്നു, ഒരു മീഡിയം ആൻഡ് എ സ്മോൾ വൺ. കുറച്ച് ഒന്നുകൂടി ഒന്ന് ചതച്ചോട്ടെ. ഇനി തേങ്ങയും കൂടി നമുക്കൊന്ന് ചതയ്ക്കാം. തോരനാകുമ്പോൾ എല്ലാം ചതച്ചാൽ മതി, അരയേണ്ട ആവശ്യമില്ല. അങ്ങനെ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചതച്ച വെളുത്തുള്ളിയുണ്ട്. സാധാരണ നമ്മൾ ജീരകം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ചതയ്ക്കും. പക്ഷേ നമ്മളൊരു ഡിഫറെൻറ്റ് മെത്തേഡിലല്ലേ കാണിക്കുന്നത്. അതുകൊണ്ട് ജീരകം പൊടി ഇട്ടാൽ മതി. ഇപ്പോൾ ലാർജ് സ്കെയിൽ കുക്കിങ്ങിനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ജീരകം വറുത്ത് പൊടിച്ച പൊടി നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ ജീരകപ്പൊടിയാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ കറക്റ്റ് ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ കറക്റ്റാണ്. ഇത് ഓവർ കുക്ക്ഡ് അല്ല, 3/4 കുക്ക്ഡ്. ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം, തരിതരിപ്പായിട്ട്. അപ്പോൾ ഓവർ കുക്കായാൽ പറ്റില്ല, കുഴഞ്ഞു പോകും. ഒന്ന് നന്നായിട്ട് തണുക്കട്ടെ. പൊടിച്ച് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഇടാം. ഇതിൽ കൂടുതലായിട്ട് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് പൊടിക്കും. ഇത് ഞാൻ 2 സെറ്റായിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഫുൾ ബാക്കി സെക്കൻഡ് ലോട്ട്. ഇനി ഒരു ലോട്ടും കൂടി ഉണ്ട്. അങ്ങനെ ഇത്രയും കിട്ടി. 1.5 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് വേവിച്ചത്. ഒരുപാടുണ്ട്. അങ്ങനെ ഗ്രീൻ പീസിൻ്റെ ഭാഗം റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ തോരൻ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അടുപ്പ് കത്തിക്കുന്നു, നേരെ നമ്മുടെ സ്വർണ്ണ ഉരുളി അടുപ്പിലേക്ക് വയ്ക്കുന്നു. ഇന്നത്തെ കലാപരിപാടി. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ആദ്യം നമ്മൾ കുറച്ച് താളിക്കൽ പരിപാടി ചെയ്യും. അതിൽ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് താളിക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉഴുന്നുപരിപ്പ്. എന്നിട്ട് ആദ്യം കുറച്ച് തേങ്ങ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെയാണ് ആദ്യം
മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ഞാൻ അല്ലാണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ. നല്ല മുരിച്ചെടുക്കണം നമുക്ക് തേങ്ങയെല്ലാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്. നല്ല ചൂടായി കിടക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെയാണ്. പാത്രം നല്ല ചൂടായിരുന്നു. ഉരുളി, ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഒരു 2 ടീസ്പൂൺ, 2 അല്ലെങ്കിൽ 3 ഇട്ടാലും കുഴപ്പമില്ല, ഒരു 3 ടീസ്പൂൺ ഇടാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് മുരിയട്ടെ. മുരിഞ്ഞ് തുടങ്ങി, കളറൊക്കെ മാറുന്നു. വറ്റൽ മുളകും അതൊരു 4-5 എണ്ണമൊക്കെ ഞാൻ ഇടാറുണ്ട്. നമ്മുടെ കറിവേപ്പില, ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളി സെപ്പറേറ്റ് ആയിട്ടാണ്. ആക്ച്വലി തേങ്ങ ഇടുന്നതിന് വെളുത്തുള്ളി ഇടണമായിരുന്നു, സാരമില്ല. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ അത് ആ കടുക് താളിച്ച്, നമ്മൾ തേങ്ങ ഇടുന്നതിന് മുമ്പ് തന്നെ കടുക് താളിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ കാര്യം ആ വെളുത്തുള്ളി ഇടുക എന്നുള്ളതാണ്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്. തേങ്ങയുടെ അകത്ത് ഏതായാലും 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്താണ് ചതച്ചത്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 5 അല്ലിയാകും. പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ തേങ്ങ കൂട്ട്. ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ തേങ്ങ ഇടുന്നത്. അപ്പോൾ തേങ്ങയിലും വെളുത്തുള്ളി ഉണ്ട്. ഇത് നന്നായിട്ട് മുരിയട്ടെ. ആ ഒരു ഈർപ്പമൊക്കെ പോയിട്ട് ഒന്ന് ഡ്രൈ ആകണം. അപ്പോൾ തേങ്ങ കൂട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം, മുരിയട്ടെ. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങി, ഡ്രൈ ആയി. തീ അല്പം ഒന്ന് കുറയ്ക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി എരിവിനനുസരിച്ചിട്ടാണ് 1 ടീസ്പൂൺ ആദ്യം ചേർക്കാം. ഇതിൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാകും, 1/2 ടീസ്പൂണും കൂടി ചേർക്കാം. എരിവ് അത്ര വേണ്ടെങ്കിൽ കുറയ്ക്കാം, 1 ടീസ്പൂൺ ആയാലും മതി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഗ്രീൻ പീസ് തീ വീണ്ടും കൂട്ടി കൊടുക്കുന്നു. ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച, ഒരു വിസിൽ മാത്രം ഇട്ട് വേവിക്കുക. എന്നിട്ട് വെള്ളം ഊറ്റിയിട്ട് പൊടിച്ചെടുത്തതാണ്, തരിതരിപ്പായിട്ട് പൊടിച്ചത്. ഈ ഒരളവിന് അത്രയും തന്നെയാണ് ധാരാളം. ഇനി ഇത് നല്ല തൂർത്തിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഒരല്പം എണ്ണയും കൂടി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ തോരൻ്റെ ഗ്രീൻ പീസ് ഫുള്ള് ചേർത്തു. പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിയട്ടെ. മുരിച്ച് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഉപ്പ് ഇതൊന്നും പോരാ, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം വെളിച്ചെണ്ണ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് വേണം. ഇത് ഗ്രീൻ പീസ് ആണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, അതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, നമ്മുടെ ജീരകം വറുത്ത് പൊടിച്ചത്, അതും കൂടി ചേർക്കാം. ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം. ഇനി ഇത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കുറച്ച് തീ കുറച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുരിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിന് മുരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതെന്താണെന്ന് ആർക്കും പിടികിട്ടില്ല. ചെറിയ തീയിലേക്ക് മാറ്റാം. നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടി ചേർക്കാം. കാര്യം നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ലല്ലോ. ഈ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ കൂടുതലല്ല, 1/2 ടീസ്പൂണും കൂടി ആകാം. അത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് കൂട്ടാം, കാര്യം ഇതിങ്ങനെ കിടന്ന് മുരിയുമല്ല. എരിവെല്ലാം ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ആകാം. ജീരകം വറുത്ത് പൊടിച്ചത് 3/4 ടീസ്പൂൺ. വെളുത്തുള്ളി
അരച്ചത് ഒരു 3 ചതച്ചെടുത്തത്, തേങ്ങയുടെ കൂടെ 3 അല്ലി, അല്ലാണ്ട് നമ്മൾ ചതച്ചെടുത്തത് 2 അല്ലി. ഗെറ്റിംഗ് റെഡി. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ചെറിയ രീതിയിൽ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് തോരൻ ഈസ് റെഡി. നല്ല എന്താ പറയുക, തോരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ തമ്മിലൊട്ടാണ് ഇങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ പറയും തുറ എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന പോലെയാണ്. അതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്രീൻ പീസിൻ്റെ ചെറിയ പീസസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിക്കുന്നവർ വിചാരിക്കും ഗ്രീൻ പീസും കൂടി ചേർത്തുണ്ടാക്കിയ ഏതോ ഒരു തോരനാണ്, അത് എന്താണെന്ന് പിടിയിട്ടില്ല. ഗ്രീൻ പീസ് ഉണ്ടെന്നറിയാം, പക്ഷേ അതിനകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ടെന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഗ്രീൻ പീസാണ്. അതാണ് അതിൻ്റെ ഒരു സീക്രറ്റ്. ഓക്കെ, ഒരു മിസ്റ്ററി പോലെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഡ്രൈ ആക്കി സോ നൈസ്. ഇതല്ലേ ഇങ്ങനെ തോർന്ന് വരിക എന്ന് പറയില്ല. ഞാൻ ചെറിയ തീയിലിട്ടിരിക്കുവാണ്. ഇനി എത്ര വേണമെങ്കിലും ഡ്രൈ ആക്കാനും ബ്രൗൺ ആക്കാനും പറ്റും. അത് എത്ര നേരം നമ്മൾ അടുപ്പിലിടുന്നോ അതനുസരിച്ച്. പക്ഷേ ഇത്രയൊക്കെ മതിയാകും. സീ ദിസ്, സോ നൈസ്. ഭയങ്കര ഡ്രൈ ആക്കുന്നതിനെക്കാട്ടിലും ഇത്. അല്ലാതെ ഇനി നല്ല ബ്രൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ കുറേ നേരം അടുപ്പിൽ ചെറിയ ഇതിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടാലും മതി. ഇറ്റ്സ് സോ നൈസ്. ടേസ്റ്റ് വൈസ് ഗംഭീരമാണ്, ഉണ്ടാക്കാനും എളുപ്പം. ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അടിപൊളി. നല്ലതായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉഴുന്ന പരിപ്പും കിട്ടും കടിക്കാൻ. താളിച്ചപ്പം ഉഴുന്ന പരിപ്പ് ഒട്ടും കുറയ്ക്കരുത്. ഞാനിപ്പോൾ 3 ടീസ്പൂണാണ് ഇട്ടത്. 5 ടീസ്പൂൺ ഇട്ടാൽ, അതായത് 1.5 ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വൈസ് നമ്മളിപ്പോൾ സദ്യക്കൊക്കെ വിളമ്പുകയാണെങ്കിൽ ഒരു ഇലയിൽ ഇങ്ങനെ തൊട്ട് വയ്ക്കുന്ന അത്യാവശ്യം 1-1.5 ടേബിൾ സ്പൂൺ വരെ ഓരോരുത്തർക്കും വിളമ്പിയാൽ 25 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓണസദ്യക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ എത്ര മെമ്പേഴ്സിനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ അതനുസരിച്ചിട്ട് ചെയ്യുക. 10-25 പേരുണ്ടെങ്കിൽ ഇത്ര മതി. അതിൻ്റെ നേർപകുതി, ഒരു 10 പേരൊക്കെ ആണെങ്കിൽ അതിൻ്റെ നേർപകുതി എടുത്താൽ മതി. അതായത് ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിട്ടാണ് വേവിച്ചത്. അതിൻ്റെ ഒരു 3/4 കപ്പ് എടുത്താൽ മതി. ഇനി അതിലും കുറവാണെങ്കിൽ 1/2 കപ്പിൽ ചെയ്യാം. 10 പേർക്ക് താഴെയാണ് നിങ്ങളുടെ നമ്പർ ഓഫ് ഗസ്റ്റെങ്കിൽ, വീട്ടുകാരെല്ലാം കൂടെ 10 പേരേ ഉള്ളൂവെങ്കിൽ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസിൽ ചെയ്താലും ഓക്കെ. അപ്പോൾ തേങ്ങയുടെ അളവ് അതനുസരിച്ച്. ഇപ്പോൾ നമ്മൾ 2 കപ്പ് എടുത്തു, മറ്റത് അതിനെക്കാട്ടിൽ കുറയ്ക്കണം. ഏകദേശം ഒരു 3/4 കപ്പൊക്കെ മതിയാവും തേങ്ങ. ചെയ്യാൻ നോക്കുക, എല്ലാം പ്രൊപ്പോർഷനേറ്റ്ലി കുറയ്ക്കുക. ഇതൊരു 25 പീപ്പിളിന് കഴിക്കാനുള്ളതുണ്ടാവും. ഓക്കെ, തീ ഓഫ് ചെയ്തിട്ട് ഫൈനൽ കഴിയും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യക്കുള്ള തോരനായല്ലോ അല്ലേ, ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഒരു ട്രയൽ റണ്ണായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി 1/2 കപ്പിൽ ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ഓണസദ്യക്ക് അത് തന്നെ ആക്കാം. അപ്പോൾ നല്ല ന്യൂട്രിറ്റീവാണ്. ഗ്രീൻ പീസ് ഈസ് വെരി ഗുഡ്, ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ സന്തോഷം, നമ്മുടെ ഓണം സീരീസ് തീർന്നിട്ടില്ല, ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. അവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായി എന്താണ് എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. സ്റ്റേ ട്യൂൺഡ്. ലവ് യു ഓൾ.